ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മഞ്ജുശ്രീ കുക്കിംഗ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിന്നൊരു മിക്സ്ചർ തയ്യാറാക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ഒരുപാട് സമയം ആവശ്യമില്ല, അതേപോലെ ഒരുപാട് പ്രിപ്പറേഷൻ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ മിക്സ്ചർ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ കാണാം. പാൻ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഈ മിക്സ്ചറിൽ നമ്മൾ ഒരുപാട് ഓയിൽ യൂസ് ചെയ്യുന്നില്ല, ആകെ 2 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു മിക്സ്ചറാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു മിക്സ്ചറാണ്. അത് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മിക്സ്ചറിൽ ജീരകവും ചേർക്കുന്നുണ്ട്, അതുപോലെ കടുകും ചേർക്കുന്നുണ്ട്. കടുക് എടുത്തതിൻ്റെ ഡബിൾ എമൗണ്ടിൽ ഞാനിവിടെ ജീരകം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കടുക് പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ഒന്ന് പൊട്ടിയിട്ട് ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഇനി പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്. അതൊന്ന് വട്ടത്തിൽ തിന്നായിട്ട് അരിഞ്ഞെടുത്തതാണ്. അതുകൂടെ ചേർത്ത് കൊടുത്തു. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പിലയാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. അതിപ്പോൾ ചേർത്ത് കൊടുത്തു. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. 2-3 മിനിറ്റ് സമയമെടുക്കും. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ മുളകൊക്കെ നല്ല ക്രിസ്പായിട്ട് വരണം. അപ്പോൾ അങ്ങനെ ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ നല്ല ക്രിസ്പായി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ നല്ലൊരു സ്മെല്ല് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണ് ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. 3 ടീസ്പൂൺ നിലക്കടല, അതുപോലെ 3 ടീസ്പൂൺ റോസ്റ്റ് ചെയ്തിട്ടുള്ള കടലപ്പരിപ്പ്, 3 ടീസ്പൂൺ കൊപ്ര ചെറിയ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞെടുത്തത്. ഇത് 3 കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ കടലപ്പരിപ്പ് ചേർത്തത് റോസ്റ്റ് ചെയ്തതാണ്. അത് ഞാൻ അതുപോലെ തന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ തന്നെ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. കടലപ്പരിപ്പ് റോസ്റ്റ് ചെയ്തിട്ടുള്ളതും റോസ്റ്റ് ചെയ്യാത്തതും രണ്ടായിട്ട് ഉണ്ടാവും. പാക്കറ്റിൻ്റെ പുറത്ത് അത് എഴുതിയിട്ടുണ്ടാവും, റോസ്റ്റഡിന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കി വാങ്ങിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ഒന്ന് സെപ്പറേറ്റ് റോസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടുതൽ ചേർത്താൽ മതി. കാരണം ഇത് കുറച്ച് സമയമെടുക്കും റോസ്റ്റായിട്ട് വരാനായിട്ട്. പക്ഷേ നമ്മുടെ നിലക്കടല പെട്ടെന്ന് തന്നെ നമുക്ക് റോസ്റ്റായി കിട്ടും. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുത്തു. ഏകദേശം ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നിലക്കടലയുടെ പാകം നോക്കിയിട്ടാണ് കേട്ടോ ഞാനിത് പറയുന്നത്. ഇനി ഇതിപ്പോൾ ഒന്ന് സൈഡിലോട്ടൊന്ന് മാറ്റി ആ എണ്ണയ്ക്കകത്തേക്ക് ഞാനിപ്പോൾ കായം ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ കായം ചേർത്ത് കൊടുത്തു. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഈ സമയത്ത് എണ്ണയ്ക്കകത്തേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള വെള്ള അവലാണ്. തിന്നായിട്ടുള്ള വെള്ള അവലാണ് നമ്മൾ ഈ മിക്സ്ചർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. 5 കപ്പ് അവലാണ് ഞാനിവിടെ അളന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് മുഴുവൻ ഞാൻ ഈ പാനിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പോഴാണ് ഈ മസാലയൊക്കെ ഈ മിക്സ്ചറിന് മുകളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ അവൽ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് വെള്ള കളറിലുള്ള വളരെ തിന്നായിട്ടുള്ള അവലാണ്. അതുപോലെ തന്നെ കുറച്ച് തിക്കായിട്ടുള്ള അവലും നമുക്ക് മാർക്കറ്റിൽ കിട്ടും. അപ്പോൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ ആ പാക്കറ്റിൻ്റെ പുറത്ത് എഴുതിയിട്ടുള്ള ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. തിന്നവലും മറ്റേ പോലെ തിക്കവലും 2 സെപ്പറേറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തിന്നവൽ തന്നെ വാങ്ങിയിട്ട് വരിക. അവലിപ്പോൾ നല്ല ക്രിസ്പായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് പൗഡർ ഷുഗറാണ്. 3 ടീസ്പൂൺ പൗഡർ ഷുഗർ ഞാനിവിടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. എരിവും മധുരവും ഒക്കെ ചേർന്ന് നല്ലൊരു ടേസ്റ്റാണ് ഈ മിക്സ്ചറിന്. നിങ്ങൾ എന്താണെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റാണ്. നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഒരുപാട് തന്നെ ഇതിൽ എണ്ണ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഹെൽത്തിൻ്റെ കാര്യത്തിലൊന്നും ഒരു ടെൻഷനും എടുക്കേണ്ട ആവശ്യമില്ല.
സാധാരണ മിക്സ്ചർ നമ്മൾ എണ്ണയിൽ വറുത്ത് കോരിയല്ലേ എടുക്കുന്നത്. ഇവിടെ ആ ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതേപോലത്തെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അടുത്ത ദിവസം വേറൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.